അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇക്ക എന്താടി? ഫസീല നവാസിനോട് പറഞ്ഞു. ഇക്ക എനിക്ക് ആകെപ്പാടെ ടെൻഷനാകുന്നു. എന്തിന്? ഇക്ക അത് പിന്നെ നിങ്ങൾ സൗദൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കോളി. എനിക്ക് സമാധാനമില്ലിക്ക. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ പോയിക്കോളാന്ന്. പക്ഷെ ഉമ്മയാണ് എന്നെ പിടിച്ചു വെച്ചത്. ഫസീല, നീ എന്തൊക്കെയാ പറയുന്നത്? ഉമ്മ പറയുന്നത് കേട്ടില്ലേ? അവൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ അടുത്ത് വെറുതെ ഉറക്കഴിച്ച് ഇരിക്കാനാണോ? ഫസീല, നീ പോരുത്, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇക്ക അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ അവളുടെ സ്വഭാവം കാണുമ്പോൾ എനിക്കാകെ. ഇക്ക നിങ്ങൾ പോയിക്കോളി ഓളടുത്ത് തന്നെ. ഫസീല, നിനക്ക് എന്നോട് എങ്ങനെ അത് പറയാൻ തോന്നുന്നു? എനിക്ക് അവളെ ഇഷ്ടമില്ലായിട്ടല്ല, ഒന്നുമില്ല. അവളുടെ സ്വഭാവം നോക്ക്. എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുക. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് പോയാൽ തന്നെ ഒരിക്കൽ പോലും അവൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ. സത്യം പറഞ്ഞ് എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു നല്ല രീതിയിൽ. ഉറങ്ങിയിട്ട് എനിക്ക് ദിവസങ്ങൾ. ഇക്ക അപ്പം എന്തോ ഉറങ്ങാത്തത്? അങ്ങ് ഓഫീസിൽ ഇത്രയ്ക്കും തിരക്കാണ് നിങ്ങൾക്ക്? ഇത്രയ്ക്കും പണമുള്ള നിങ്ങൾ എന്തോ ഉറങ്ങാത്തത്? ഉറങ്ങിക്കൂടായിരുന്നോ? ഫസീലയുടെ വാക്കുകൾ കേട്ട് അതാ ഒരു നിമിഷം നവാസ് ഒന്ന് ഞെട്ടി. റബ്ബേ, അറിയാതെ പിഴച്ച് പറഞ്ഞു പോയോ? തൻ്റെ ജയിൽ ജീവിതം അത്രക്കും ദുഷ്കരമായിരുന്നു എന്ന് അവൻ ജയിലിലെ കാര്യങ്ങൾ ഓർത്തു. അതെ, തൻ്റെ അവസ്ഥ. ശരിക്കും എനിക്ക് 4 ദിവസത്തെ ജാമ്യം മാത്രമാണ് അനുവദിച്ചത്. അത് രാഹുൽ സാർ പറഞ്ഞിട്ട് അത്രക്കും കേണപേക്ഷിച്ചത് കൊണ്ട് മാത്രം. അതെ, വെറും ഒരൊറ്റ ദിവസത്തിനാണ് അനുവദിച്ചത്. വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടെ എത്തണമെന്ന് പറഞ്ഞതാണ്. എന്നാൽ രാഹുൽ സാർ പറഞ്ഞു ജയിലിലെ സൂപ്രണ്ടിനോട് നിരപരാധിയാണ്. അതെ, തെളിവുകളും കാര്യങ്ങളുമെല്ലാം കോടതിയിൽ നികത്തും വൈകാതെ തന്നെ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. സാർ, അനുവദിക്കണം. ഭാര്യയുണ്ട്, കൊച്ചുമക്കളുണ്ട്, പ്രായമായ ഉമ്മയുണ്ട്, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ആ സ്ത്രീ കരുതിക്കൂട്ടി. എന്നാൽ ജയിൽ സൂപ്രണ്ടിൻ്റെ മനസ്സലിയുകയായിരുന്നു. അങ്ങനെയാണ് 4 ദിവസത്തെ ആ ഒരു ലീവ് അനുവദിച്ചത്. എന്നാൽ അവൻ ഓർത്തു ജയിലിലെ ആ അവസ്ഥകൾ. തന്നെ കളിയാക്കുന്ന ചില ആളുകൾ. അതെ, പലരും എന്നെ ലഹരിയിലേക്ക് ക്ഷണിക്കാറുണ്ട്, ചീട്ട് കളിക്കാൻ വിളിക്കാറുണ്ട്, മദ്യപിക്കാൻ. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ എത്തുന്നു എന്നോ ഒരു പിടുത്തമില്ല. പക്ഷേ ജയിലിലേക്ക് ഫുഡ് കൊണ്ടുവരുന്ന, ജയിലിലേക്ക് അരി കൊണ്ടുവരുന്ന ആ കൂട്ടത്തിൽ ലോറിയിലെ ക്ലീനർമാർ പലരും ഇവരുടെ ആളുകളാണ്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കൊടുക്കും. മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ അവർക്കുള്ള ലഹരി മരുന്നുകൾ, അതെല്ലാം. എന്നാൽ നവാസ് ഓർത്തു, 1-2 തവണ അവരെന്നെ നോട്ടമിട്ടതാണ്. പക്ഷേ ഞാൻ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലാതൊരിക്കൽ പോലും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. ഇക്ക എന്ത് നിങ്ങൾ ആലോചിക്കുന്നത്? ഫസീല അതെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ മുടികളിലൂടെ ഫസീല പതുക്കെ തലോടി. ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു തരികയാണ്. അതായത് സൗദ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയതാണ്. അവൾക്ക് ഇനിയും സ്നേഹം കിട്ടുവാനുണ്ട്. അതുകൊണ്ട് അങ്ങ് അവളുടെ അരികിലേക്ക് തന്നെ പോകണം തിരിച്ച്. ഫസീല, നിനക്ക് എന്നോട് പറയാൻ തോന്നുന്നുണ്ടോ? ഇക്ക ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് അങ്ങയോട് സ്നേഹം ഉണ്ടായിട്ടാണ്. അവൾ അവിടെ കിടന്ന് നിങ്ങളെ പ്രായം പറയുന്നുണ്ടാകും. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ സൗദിയോട് പറയുന്നു, പൊന്നാര സൗദജി ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കല്ലേ. ഞാൻ എന്നോട് അറിയാത്തതുകൊണ്ട് ചോദിക്കാണ്. അല്ല എനിക്കിത് എന്തിൻ്റെ കേടാ? എന്നോട് നല്ല മട്ടത്തിൽ നവാസ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പറ്റൂല. എനിക്ക് ഓനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഫസീലാൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി ഓനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അതല്ലേ നല്ലത്. പോരാത്തിനോളൊരു ഗർഭിണിയാണ്. അപ്പോൾ അല്പം ഒരു ആശ്വാസം. അല്ലെങ്കിൽ ഉമ്മാക്ക് ഫസീലത്താനോടാണ് സ്നേഹം, എന്നോട് ഒരു സ്നേഹവും ഇല്ല. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞല്ലോ ഇജ്ജ് മുണ്ടാതെ അവിടെ കിടക്കുക. എന്നെ ഇത്രയും ദിവസം ഞാൻ നോക്കി ഇജ്ജ് ആ കുട്ടിക്ക് ഒരു തുള്ളി പാൽ ഇജ്ജ് കൊടുത്തേക്കണ. എനിക്ക് എന്തിൻ്റെ കേടാ എൻ്റെ പൊന്നാര മോളെ? എൻ്റെ പെറ്റമ്മ എന്നോട് ഉമ്മട്ട ഉപദേശിക്കുമോ? ഞാൻ കുറേ എന്നോട് പറഞ്ഞേക്കണം. എനിക്ക് ഞാൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ നിൽക്കാം.
പുത്തൻ വീട് നിന്ന് നിൽക്കണിന് ഒരു കുഴപ്പമില്ല. ഞാൻ എന്നെ എങ്ങനെയാ വെച്ചാൽ നോക്കിക്കൊണ്ട് സുഖമില്ലാത്ത പോലെ നോക്കി വിചാരിച്ച് കണ്ട് ഒരു കുഴപ്പം വരെയല്ല. ഞാൻ എന്നെ നോക്കിക്കൊണ്ട് എൻ്റെതാ ജീവനുണ്ട് പോവോളം ഞാൻ എന്നെ നോക്കാം. ഒരു ഞാൻ പറഞ്ഞു ചെന്ന് കേക്ക് നല്ല മട്ടത്തിന് ആ കുട്ടിനെയൊക്കെ ഒന്ന് നോക്കി നവാസിനോട് നല്ല നിൽക്കൊന്ന് പെരുമാറിയാൽ വല്ലാത്ത റാഹത്തായിരിക്കും. ഞാൻ എന്നോട് എൻ്റെ പെറ്റുമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് പറയാണ് ഒരു കാര്യം. എന്താന്ന് വെച്ചാൽ ദയവായി ഇജ് നല്ല ചേൽക്ക് ഒന്ന് നിൽക്ക്. എന്നാൽ എനിക്ക് നല്ല മട്ടത്തിൽ ഇവിടെ ജീവിക്കാം. അതല്ല എൻ്റെ അമ്മ കാട്ടിക്കൂട്ടിയന്മാർ ഓരോന്ന് കാട്ടിക്കൂട്ടി ജയിലിൽ പോയി കിടക്കണോ? ഒരു നിമിഷം സൗദ, എൻ്റെ ഉമ്മ ജയിലിലാണല്ലോ, അങ്ങനെ വേണം തള്ളക്ക്. എന്താ സാധനമെന്നോ, എൻ്റെ പൈസയും പൊന്നും പണ്ടും ഒക്കെ വാങ്ങിക്കൊണ്ടുപോവാണ്. എനിക്ക് അതിൻ്റെ വർത്താനേ കേൾക്കണ്ട. എൻ്റെ ഉമ്മ പിന്നുണ്ടല്ലോ നവാസ് ഖാനോട് നിങ്ങൾ തീരെ സ്നേഹം കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ഉമ്മയാണ്. പിന്നെ നവാസ് ഖാനെ എങ്ങനെങ്കിലൊക്കെ ജയിലിലാക്കി കുറച്ച് പൈസ വാങ്ങണം, നഷ്ടപരിഹാരം വാങ്ങണം, കാര്യങ്ങളൊക്കെ പറയണമെന്ന് വരെ പറഞ്ഞിരുന്നു ഉമ്മ. ശരിക്കും അത് കേട്ടപ്പോൾ അത് ആയുഷ്യം വന്ന് നെട്ടി. എന്താ ഈ പറയണത്? അതുമ്മ നവാസ് ഖാനെ ജയിലിൽ കയറ്റണം, ഓനെ എൻ്റെ കുട്ടീനെ പീഡിപ്പിച്ചിക്കണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ കയറ്റണം എന്ന് വരെ പറഞ്ഞിരുന്നു. എന്നാൽ ഐഷുമ്മക്ക് അത് സഹിച്ചില്ല. മോളെ ഈ അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുട്ടി, നിങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിച്ചിട്ടേ ഉള്ളൂ എൻ്റെ കുട്ടി എമ്പാടും, അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട്. എന്നാലും എൻ്റെ ഉമ്മ പറഞ്ഞ വാക്ക് ഉമ്മ എന്താ ചെയ്യുക, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്താ പൊന്നാര പെണ്ണെ ഞാൻ എന്നോട് പറയാൻ, എനിക്ക് ചില നേരത്തെ ഒരു ബുദ്ധി ഇല്ലാത്ത വർത്താനാണ്, ചില നേരത്ത് ജാന വിളവത്തിയാണ്. അല്ല ഇജ അവിടെ എങ്ങാനും പോയി മുട്ടീനെ എന്താ ഉമ്മങ്ങൾ അങ്ങനെ കുറ്റം പറയണത്? എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല, നിങ്ങൾക്ക് അറിയണല്ലേ പൊന്നാര പെണ്ണെ. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കണേ, എനിക്ക് എന്തിൻ്റെ കേടാ? എനിക്ക് നല്ല മട്ടത്തിൽ നവാസിൻ്റെ ഭാര്യയായി ഇവിടെ നിൽക്കണോ, അതോ എനിക്ക് എൻ്റെ പെരയ്ക്ക് പോകണോ? ഇജ്ജ് പറയ്. പെരയ്ക്ക് പോയിട്ട് അവിടെ ആരാ? പിന്നെ അതുമല്ല ഇവിടെ ആകുമ്പോൾ എനിക്ക് അതാണ് പറഞ്ഞത്, ഇവിടെ ആകുമ്പോൾ എനിക്ക് 4 നേരം തിന്ന് ഇവിടെ ഇരിക്കാം. പിന്നെ പോരാത്തെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് നല്ല മട്ടത്തിൽ നിൽക്കുക. ഇജ്ജ് ഇവിടുത്തെ മരുവളാണ്, എന്നെ ആരും ഇറക്കി വിടൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ല മട്ടത്തിൽ നിൽക്കണം, എന്നാൽ എനിക്ക് ഇവിടെ നിൽക്കുക നല്ല റാഹത്തോട് കൂടി, ആരും ഇടങ്ങാറാക്കാതെ ബുദ്ധിമുട്ടാക്കാതെ. ഉമ്മ എനിക്കതൊക്കെ ശരിയാണ്, എനിക്ക് ഇവിടെ നിൽക്കണമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ആ കുട്ടികളെ ഒച്ച എനിക്ക് കേൾക്കണമെന്നെ ഇഷ്ടമില്ല ഉമ്മ, എനിക്ക് ആ കുട്ടികളെ കൊല്ലാൻ തോന്നും. പൊന്നാരൻ്റെ സൗദ ഇജ്ജ് വേണ്ടാത്തൊന്നും പറയല്ലേ, പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട്. ഉമ്മ ആ കുട്ടികളെ തൊള്ളിയിൽ എന്തെങ്കിലും കുത്തി തിരികെ പോലെ കരച്ചിൽ നിൽക്കൂലേ? ആ കുട്ടികളെ ഞാൻ ശരിക്കും ഐഷുമ്മ ഒന്ന് ഭയന്ന്. പൊന്നാരൻ്റെ സൗദ എനിക്ക് എന്തിൻ്റെ അസുഖം, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? നമുക്കൊന്ന് ആശുപത്രി കാട്ടാം. അല്ല ആ 2 കുട്ടികളും എൻ്റെ കുട്ടീനെ കരഞ്ഞുണർത്തും. എന്തോരു കരച്ചിൽ, എനിക്ക് ഇഷ്ടമില്ല ആ കുട്ടികളെ. എന്ത് കുട്ടികളാണത്? അല്ലമ്മ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആ കുഞ്ഞു കുട്ടികൾ വന്നപ്പോൾ ഉമ്മാക്ക് ഇപ്പം എൻ്റെ കുട്ടീനോട് സ്നേഹം കുറഞ്ഞിക്കണോ? എന്താ സൗദ എനിക്ക്? ആ കുട്ടീനെ ഇതുവരെ ഞാൻ ആട്ടി ഉറക്കന്നേനു. നുസിൻ്റെ കുട്ടിയും കാര്യമായിരുന്നു. അപ്പം ഞാൻ അപ്പോത്തിന് മിസ്സിരി വന്ന് വാങ്ങി. ഇജ് എന്താണ് ഈ പറയണത്? എനിക്ക് എൻ്റെ പേരക്കുട്ടികളെല്ലാവരും ഒരുപോലെ തന്നെയാണ്, അതേപോലെ തന്നെ അതും എൻ്റെ പേരക്കുട്ടികളല്ലേ. ശരിക്കും ഉമ്മയെ ദേഷ്യത്തോടെ സൗദ നോക്കി. നിങ്ങളെന്താ പറയണത്? അത് നിങ്ങളെ പേരക്കുട്ടികളില്ലേ? അതെ കണ്ണി കണ്ട കുട്ടികൾ ഐഷുമ്മാൻ്റെ പുത്തൻ വീട്ടിൽ നിന്ന് പേരക്കുട്ടികളാവൂല. ഓലെ ഇറക്കി വിടണം നിങ്ങൾ, എന്നാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, എനിക്ക് എന്നാലും ഇവിടെ സ്വസ്ഥത കിട്ടുള്ളൂ. ആ കുട്ടികളെ കരച്ചിലുണ്ട് ഞാൻ ഇടങ്ങാറായിക്കണം. എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് നമ്മക്കറിയോ? എന്നാൽ സൗദക്ക് പഠിച്ചോനെ ഇതെന്താ റബ്ബേ ഇങ്ങനെ? സാരല്ല ഒന്ന് കിടന്നാളി നിജ്. ഉമ്മാക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഭയം തോന്നി. ഒന്ന് കിടന്നോ, നല്ല ഒന്ന് കിടന്നോ, ഒന്ന് ചെല്ലൂതി കിടന്നാളാം. ഐഷുമ്മ അപ്പോൾ തന്നെ റബ്ബേ എന്തിൻ്റെ കേടാന്നാവുമ്പോൾക്ക് റബ്ബേ. ഐഷുമ്മ ആയത്തുൽ കുർസി ഓതിയിട്ട് അതാ അവളുടെ തലയിൽ ഊതി കൊടുക്കണം. നല്ല മട്ടത്തിലാണ് കണ്ണു നിമ്പി കിടന്നോട് ആണ് കിടന്നോട്. ഉമ്മ എനിക്ക് നിങ്ങൾ അതൊന്നും ഊതി തരുന്നു വേണ്ട, എൻ്റെ മേത് ഷെയ്ത്താനൊന്നുമില്ല. പൊന്നാര പെണ്ണെ അങ്ങനൊന്നും പറയില്ല. എന്ത് പ്രശ്നത്തിനും ആയത്തിൽ കുറിച്ച് നല്ലതാണ്, എനിക്ക് അറിയില്ലൊക്കെ അറിയൊക്കെ. ഉമ്മ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നവാസ്ഖാനെ വിളിക്കേ. എനിക്ക് നവാസ്കില്ലാതെ എന്തിനെ? നവാസ്ക്ക് അവിടെ കിടന്നോട്ടെ ഒന്ന്. ഉമ്മങ്ങൾ വിളിക്കുമ്മ പ്ലീസ് ഉമ്മ, എനിക്ക് എന്തൊക്കെയാണുണ്ട് നവാസ്ക്കാക്ക് എന്തേ കരവിടെ പണി എനിക്ക് സഹിക്കണില്ലമ്മ. ഓലിങ്ങനെ സുഖിക്കായിരിക്കില്ലേ?
ശരിക്കും അതാ അവളുടെ വാക്ക് കേട്ട് ഐഷുമ്മക്ക് ദേഷ്യവും സങ്കടവും ചിരിയും ഒരുമിച്ച് വന്നു. പൊന്നാര പെണ്ണേ, ഓൻ അവിടെ കിടന്നുറങ്ങാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, എന്നാലും ഫസീലത്ത് ഗർഭിണിയായല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അവർ വെറുതെ ഒന്നല്ല. എന്നോടുള്ള നവാസ്കാക്ക് സ്നേഹമില്ലായി ആര് പറഞ്ഞോ? ഇജായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അന്നെ നല്ല സ്നേഹിച്ചു, അന്നെ ഗൾഫുകാർ കൊണ്ടുപോയി എത്ര നല്ല മട്ടത്തിന് നോക്കിയത് എന്നടി. ഇജായിട്ട് എന്നല്ല ഒക്കെ കേടെടുത്തിയത്. അതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞെന്നാണ്. എൻ്റെ അമ്മ പറഞ്ഞോ നല്ല രീതിയിൽ നിന്നോണ്ടി, അങ്ങനെയൊന്നും കാട്ടരുത്, പണിയൊന്നും കൂടുതൽ എടുക്കണ്ട, നവാസ് ഖാൻ്റെ ആദ്യത്തെ മക്കളെ നോക്കണ്ട, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് ഉമ്മയാണ്. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ അതങ്ങോട്ട് ശീലമായി. എനിക്കും തോന്നി ഞാൻ ഇവിടുത്തെ ആരൊക്കെയാണെന്ന്. ആണല്ലോ, ഇജ്ജ് ഇവിടുത്തെ പുത്തൻ വീട്ടിലത്തെ മരുമകൾ തന്നെയാണ്. അനക്ക് ഇവിടെ കുറച്ച് അവകാശങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ മരക്കളെയും പോലെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഇവിടെ പറ്റും ചെയ്യും. പക്ഷേങ്കിൽ അതിൻ്റേതായ നിലക്ക് നിൽക്കണം. ഒരു മരുമകളാകുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കണം, മകളാവുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത്. നമ്മൾ അതിര് വിട്ട് കളിക്കാൻ പാടില്ല. ഇജിപ്പോൾ ആര് പെണ്ണുങ്ങളാ? ഞാൻ ഞാൻ പറയട്ടെ, ഞാൻ ആരത്? ഷമ്മാസിൻ്റെ അല്ല. എനിക്ക് പിരാന്ത് തുടങ്ങിയത് അതാ അഭിനയിക്കാണോ? ജി നവാസിൻ്റെ പെണ്ണുങ്ങളാണ്, ഷമ്മാസിൻ്റെതല്ല. മനസ്സിലായല്ലോ? ഷമ്മാസിൻ്റെ പെണ്ണുങ്ങൾ നുസൈബ, ജി നവാസിൻ്റെത്. നവാസിൻ്റെതാവുമ്പോൾ നവാസിൻ്റേതായ രീതിയിൽ നിൽക്കണം, അല്ലാതെ ഓനോട് തെറ്റി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നവാസ്കൊക്കെ ഇന്ന മൈൻഡില്ല, നവാസ്കൊക്കെ ഫസീലത്തെയാണല്ലോ ഉള്ളത്. അത് എന്തുകൊണ്ടാ? ആദ്യം തന്നെ നല്ല മട്ടത്തിനോ സ്നേഹിച്ചതിന് കൊണ്ട് നടന്നതിന് ഗൾഫിലൊക്കെ എത്ര സുഖജീവിതമായിരുന്നു. ഗർഭിണി ആയതോടുകൂടെ എൻ്റെ സ്വഭാവം മാറി ജോനും വിട്ടു പോയി. പിന്നെ നിങ്ങൾക്കൊക്കെ ഓൻ്റെ പൈസ മതി. ഓൻ്റെ ആ പൈസമ്മലല്ലേ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയും, നിങ്ങൾ എന്താച്ചാ ചെയ്തോളൂ, നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താ വെച്ചാൽ എങ്ങനെ വീടെടുക്കുക, എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. എല്ലാവരും നന്നാവണം, എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലയേൽക്ക് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങിയപ്പോൾ ആണുങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റാതായി. നിങ്ങളെ ബാപ്പാൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പാനെ ഒഴിവാക്കി വിട തുടങ്ങി. പക്ഷേ നിങ്ങൾക്ക് പൈസ, അതാണ് നിങ്ങൾക്ക് മെയിന്. അതാണ് ഒരിക്കലും മോളെ പൈസനല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മൾ പണവും സ്വത്തും മുതലല്ല, നമ്മൾ മനസ്സിൽ സ്നേഹമാണ് വേണ്ടിയത്. ഇതിപ്പോൾ നല്ല മട്ടത്തിൽ നിന്നൊക്കെയാണെങ്കിൽ എത്ര ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു. ഏതായാലും വല്ലാത്തൊരു പുതുമജായിട്ട് എൻ്റെ ജീവിതം കൊളാക്കി അല്ലേ? ഉമ്മ ഞാനൊന്നല്ല, എൻ്റെ അമ്മയാണ് കൊളാക്കിയത്. കുഞ്ഞിക്കതിയാണ് കൊളാക്കിയതെന്ന്. കുഞ്ഞിക്കതിയാ, ഇനിയിപ്പോൾ അത് പറഞ്ഞോ. കുഞ്ഞിക്കതി തന്നെയാണ് കൊളാക്കിയത്, വേറെ ആരുമല്ല. എൻ്റെ തള്ള കുഞ്ഞിക്കതി ഉണ്ടല്ലോ, തള്ളനെ അടിച്ചു കൊല്ലണം. പെണ്ണ്, പെറ്റ തള്ള ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും പെറ്റ തള്ളാറ് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. പെറ്റ തള്ളാറ് കുറ്റം പറയണോൽ ഒരിക്കലും നന്നാവില്ല. ഇനിയിപ്പോൾ പെറ്റ തള്ള എത്ര ഒരു പിരാന്തത്തിയാണെങ്കിലും എത്ര വലിയ അസുഖമാണെങ്കിലും എന്ത് കാട്ടിയാലും നമ്മൾ ഓലെക്കുറിച്ച് പറയരുത്. കാരണം പഠിച്ചോനെ തീരെ ഇഷ്ടമല്ല മാതാപിതാക്കളെ പറയണത്. ഇനിയിപ്പോൾ എങ്ങനെ തന്നെ ആളാണെങ്കിലും ഒരിക്കലും അത് പറയരുത്. അത് പറഞ്ഞാൽ നമ്മളെ ജീവിതം പോയി. നമ്മൾ പെറ്റ തള്ളാരെയും തന്താരെയും നമ്മളെ മക്കളെ കുറ്റം പറയുകയാണെങ്കിൽ എന്താണ് ഓൽക്ക് പഠിച്ചോനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. എന്നെ പഠിച്ചോനെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അതാണ്, എന്നെ പഠിച്ചോനെ ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വിചാരിച്ചും എന്നാൽ പിന്നെ ഉമ്മാനും ഒന്നും കുറ്റം പറയണ്ട. എന്തൊക്കെ തെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഓലും പഠിച്ചോനും ആയിക്കോട്ടെ. നടക്ക്, നാളെ തന്നെ എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് തന്നെ കൊണ്ടാക്കി തരാം. അതേ നടക്കുള്ളൂ. ഇമ്മ വേണ്ടട്ടോ. അതെന്താ? എനിക്ക് അതേ നടക്കുള്ളൂ. ഇവിടെ എനിക്ക് ശരിയാവില്ല. ഇവിടെ നിന്നാൽ ഇജ്ജ് മനുഷ്യനെ ഇടങ്ങാറാക്കണം, ഒച്ചപ്പാടും ബാളും. എൻ്റെ നവാസിനും നല്ല മട്ടത്തിന് നിൽക്കാൻ പോലും സമ്മതിക്കൂല. ഉമ്മ വേണ്ട, ഞാൻ പോവില്ല. ഞാൻ നാളെ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് കൊണ്ടാക്കി തരാം. ഇപ്പാനെ കുറച്ച് പേടിയുണ്ടാവും എനിക്ക്. ഉപ്പാൻ്റെ അടുത്ത് കൊണ്ടാക്കി തന്നാലേ ഇജ്ജ് ആ പെണ്ണിനെ അവിടുത്തെ അഫ്സനെ ഇടങ്ങാറാക്കുമോ? ഇല്ല, വേണ്ട, ഞാൻ പോവില്ല, എനിക്ക് ഇവിടെ മതി. അതെന്താ? ഇവിടെയുള്ള എല്ലാവരും ഉള്ളത്. ആ കുട്ടികളെ നിങ്ങളൊന്ന് ഒഴിവാക്കി തന്നാൽ മതി. സെമീറാനി മക്കൾ ഇവിടുന്ന് പറഞ്ഞേക്കണം, എന്നാലേ ഞാൻ ഇവിടെ നല്ല ചേൽക്ക് നിൽക്കുള്ളൂ. എന്നാൽ നല്ല കുട്ടിയെ നിന്നോളാം, അല്ലെങ്കിൽ ഞാനങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും. എൻ്റെ പൊന്നാര പെണ്ണേ, എനിക്കറിയില്ല പഠിച്ചോനെ എന്തിൻ്റെ കേടാ ഇതെന്ന്. എന്നാൽ ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ട് ഷമ്മാസ് എഴുന്നേറ്റ് വന്നു. ഉമ്മ, എന്താ മോനെ? ഉമ്മ പോയി കിടക്കുന്നുണ്ടോ? എന്തിയേ ഈ പെമ്പറന്നോട് ഇങ്ങനെ പിച്ചിയും പയം പറയുമ്പോൾ എങ്ങനെ മോനെ ഞാൻ കിടക്കുക? ഉമ്മ, നിങ്ങൾ ഉറക്കൊഴിച്ച് നിങ്ങൾക്ക് അസുഖം ഉണ്ടാക്കണ്ട. ഓളെന്താ കിള്ളക്കുട്ടിയോ? കിള്ളക്കുട്ടിയാണോ ഓള്? അവർക്ക് തീരെ ഒരു ഇതില്ലേ? എന്താണ് അങ്ങനെ?
പൊന്നാര മോനെ, ഈ രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ട് അല്ല ഇപ്പം എന്താ ഞാൻ കാട്ടറ്റങ്ങൾ മനസ്സമാധാനത്തോടു കൂടി നിൽക്കാൻ കഴിയൂല. ഓലവിടെ നല്ല മട്ടത്തിനൊന്നും ഇങ്ങോട്ട് ജീവിച്ചോട്ടെന്ന് വിചാരിച്ച് ഒഴിഞ്ഞ് വിട്ട് കൊടുത്താണ്. ഇവളടുത്ത് അടുപ്പിച്ചയക്കണില്ല. ഭ്രാന്തനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചറിയാം. അപ്പോഴാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഫസീല പോകാൻ നിൽക്കേനു. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാര കുട്ടിയെ ഇജ് അങ്ങോട്ട് പോകല്ലേ, അവിടെ പിടിച്ചിരുത്തിയതാണ്, എന്താ ചെയ്യുക. അപ്പം ഞാൻ ഉമ്മ പോയി കിടന്നാണ്, ഞാൻ ഇവിടെ നിന്നോളാം. എന്നാൽ അത് കേട്ട് അതാ സൗദ പറഞ്ഞു, ഷാമോ മതി ഇവിടെ, ഉമ്മ പോയിക്കോളി, ഉമ്മ പോയി കിടന്നോളി, ഉമ്മക്ക് ഉറക്കം വയ്ക്കണ്ട. എന്നാൽ ഷമ്മാസിന് ശരിക്കും അതങ്ങ് മനസ്സിലായിരുന്നു. അതെ, മുഹ്സിൻ തങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ്. അതെ, നിന്നെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം അവൾക്ക് നന്നായുണ്ട്. അതെ, അവളെ കെട്ടിയ ഭർത്താവിനേക്കാൾ അവൾക്ക് ഇഷ്ടം തോന്നുന്നത് നിന്നോടാണ്. ഷമ്മാസിൻ്റെ ആ ഒരു നടത്തം, ആ ഒരു നോട്ടം, ആ ഒരു ചിരി, ആ പല്ല്, ആ താടി, ആ മീശ, കണ്ണ്, പുരികം, അതിലെല്ലാം അവൾ നല്ലോണം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ നിൻ്റെ നടത്തവും നിൻ്റെ ഓരോ കാൽച്ചുവടുകളും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. തങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം അവന് മനസ്സിലായി. എന്നാൽ ഈ സമയം ഉമ്മയെ ഉറക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് പണി അത് തന്നെയാണ് വിചാരിച്ചു. ഉമ്മ പോയിക്കോളി, ഉമ്മ നടക്കി, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഷാമോനെ, എൻ്റെ കുട്ടിക്ക് ഉറങ്ങുമൊന്നും വേണ്ട, ഞാൻ ഇവിടെ നോക്കിക്കോളാം. അവരോട് നോക്കിയാൽ പോരെ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളൂ. ഉമ്മ പോയി കിടന്നാണ്. ഉമ്മാക്ക് ഇനി പ്രഷറും ഷുഗറും പ്രമേഹവും അതും ഇതൊക്കെ ഉണ്ട് അടിച്ച് കയറിയിട്ട് ഉമ്മ ഇങ്ങോട്ട് ആകെപ്പാടി ഇടങ്ങാറാണ്ട അവസ്ഥ. ഉമ്മ പോയിക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ഒന്നും ഇല്ലായിരുന്നു. ചെല്ലി ഉമ്മ ബെഡിൽ പോയി നല്ലോണം കിടന്നാണ്. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാട്ടെ. ചെല്ലി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. ഉമ്മ അങ്ങോട്ട് ചെല്ലി. മോനെ ഇടങ്ങാറാക്കും, അങ്ങോട്ട് കയറി ചെല്ലും. ഉമ്മ ഞാൻ നോക്കിക്കൊണ്ട്, അതെന്താന്ന് വെച്ചാൽ കേട്ടോ. എന്നാൽ ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ സൗദക്ക് സന്തോഷമായി. ഷാമും ഇവിടെ നിന്നാൽ മതി, ഉമ്മ പൊയ്ക്കോളി. സന്തോഷത്തോടെ അവൾ അത് പറയുമ്പോൾ ഉമ്മ പറഞ്ഞു, ഷാമോനെന്ന് നല്ല നോക്കണം കേട്ടോ. എന്നാൽ സൗദക്ക് ഇടുന്നോ, ഓൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഡൈനിങ് ഹാളിൽ തന്നെ ഓ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ആയിക്കോട്ടെ. എന്നാൽ ഉമ്മാക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. ഷമ്മാസ് കണ്ണുകൊണ്ട് ഉമ്മയോട് ആംഗ്യം കാണിച്ച് പോകാൻ പറഞ്ഞിട്ട് ഷമ്മാസ് അവിടെ നിന്നു. എന്നാൽ ഉമ്മ ഈ സമയം അതാ ബെഡ്റൂമിലേക്ക് എത്തി. അല്ലാ പഠിച്ചവനെ, സമാധാനമില്ല. സമാധാനത്തിന് ഇങ്ങനത്തെ ഒരൊറ്റൊന്നും മതി. ഉള്ള സമാധാനം മുഴുവൻ നഷ്ടപ്പെടാൻ. പറ്റങ്ങളെ നല്ല മട്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കണില്ല. എന്തൊക്കെ റബ്ബേ ആവോ എനിക്കറിയില്ല. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് അവിടെ തന്നെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു. അതെ, സൗദയുടെ റൂം തൊട്ടടുത്ത് തന്നെയാണ്. എന്നാൽ അവൾ ബെഡ്ഷീറ്റെല്ലാം നല്ല രീതിയിൽ റെഡിയാക്കുകയാണ്. എല്ലാം തട്ടിക്കൊട്ടി വൃത്തിയുള്ള ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ അവൾ വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. ഷാമോനെ, ഷാമോനെ വാ, അവിടെ കിടന്നോളി, ഇവിടെ ഇരുന്ന് വെറുതെ നേരം കളയണ്ട. ഞാൻ കിടന്നോളാം, സൗദ കിടന്നോ. ശരിക്കും ഷമ്മാസിൻ്റെ ആ ശബ്ദം തന്നെ കേൾക്കുന്നത് അവൾക്ക് ചെവിക്ക് വല്ലാത്തൊരു ഹരമായിരുന്നു. എന്താ പറഞ്ഞത്? സൗദ കിടന്നോന്ന്, ഞാനിവിടെ ഇരുന്നോളാം. സൗദക്ക് ഉറക്കൊഴിക്കണ്ട, വെറുതെ ഓരോന്ന് അസുഖം ഉണ്ടാക്കി തീർക്കണ്ട. ഷാമോനെ, ഷാമോ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഉറക്കം വരിക. വരി, ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തിന്? വാ ഷാമോനെ, ഇവിടെ കിടന്നോ, അവിടെ ഇങ്ങനെ ഇരിക്കണ്ട ഒറ്റയ്ക്ക്. എന്നാൽ അവളുടെ ശബ്ദമെല്ലാം മാറുന്നു, അവളുടെ മനസ്സെല്ലാം മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഷമ്മാസിന് എന്തോ പന്തികേട് തോന്നി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഷമ്മാസ് ചോദിച്ചു, സൗദ നീ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാണ്. ഷാമോനെ, ഷാമോൻ പോവേണ്ട, എനിക്ക് അവിടെ നുസി ഒറ്റക്കാണ്, നുസിയും കുഞ്ഞും, ഞാനങ്ങോട്ട് പോട്ടെ, വാതിലടിച്ച് കിടന്നോ. പിന്നെ ഷാമോനെ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? അവൻ അല്പം സ്ട്രോങ്ങോട് കൂടി തന്നെയാണ് അവളോട് സംസാരിച്ചത്. ഷാമോന്ന് എൻ്റെ കൂടെ കിടക്കുക, എനിക്ക് പേടിയായിട്ടാണ്. എന്തിന്? ഇതുവരെ നീ ഒറ്റക്കല്ല കിടന്നത്, സ്വന്തം കുട്ടിയെ പോലും കൂടെ കിടത്തിയിട്ടില്ലല്ലോ, പിന്നെന്താ? ഷാമോനെ എനിക്ക്. എന്നാൽ ആ നിമിഷം തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഷമ്മാസിന് ഒരല്പം ഭയം തോന്നി. നേരെ പോയത് അതാ നുസിയുടെ റൂമിലേക്കായിരുന്നു. നുസി ബെഡിലിരിക്കുകയായിരുന്നു. കാരണം അവൾക്കറിയാം അവളുടെ സുഖമില്ലായ്മയൊക്കെ. പെട്ടെന്ന് നുസി നേരെ വന്ന് നുസൈബയുടെ ബെഡിൽ അവൾ ഇരുന്നു. ആ എന്ത് സൗദത്ത, എന്ത് കിടക്കുന്നില്ലേ? പാതിരാത്രി എന്താ എണീറ്റ് കിടക്കുന്നത്? നുസി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ?
എന്ത് കാര്യം? ഇന്ന് ഷാമു എൻ്റെ കൂടെ കിടക്കട്ടെ. എനിക്ക് പേടിയായിട്ടാണ്. പ്ലീസ് നുസി, എന്ത് നീ ഇങ്ങനെ? എന്നാൽ അത് കേട്ട് നുസൈബ ആകെ ഞെട്ടിപ്പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അവൾ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മൗനം പാലിച്ചു. അപ്പോൾ മൗനത്തിനർത്ഥം സമ്മതം എന്നാണല്ലോ അല്ലേ? ഷാമോനെ വിരി എന്ന് പറഞ്ഞ് അതാ ഷമ്മാസിൻ്റെ അടുത്തേക്ക് അവൾ ഓടിയെടുത്തു. അവനെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട്. ഷാമോന് വരി എന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയം ഷമ്മാസ് ഒരു നിമിഷം അവിടെ നിന്ന് തെന്നി മാറി. സൗദ, നീ കിടക്കാൻ പോയിക്കോ. ആരെയും നീ ശല്യപ്പെടുത്തരുത്, മനസ്സിലായല്ലോ? ഓക്കെ എന്നും പറഞ്ഞ് അതാ ഷമ്മാസ് വാതിലടച്ചു. എന്നാൽ അതാ സൗദ വളരെയധികം നിരാശയോടെ അവളുടെ റൂമിലേക്ക് പോയി. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം അവിടെ തന്നെ പതുങ്ങി നിന്നു. എന്താണ് അവിടുത്തെ പ്ലാന് എന്ന് അറിയണമല്ലോ. അവൾ ഇതെല്ലാം വെറും അഭിനയമാണ്, എന്നോട് മുഹ്സിൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല അത് അഭിനയമാണെന്ന്. അവളുടെ ശരിക്കും രോഗം പോലെയാണ് അവൾ അഭിനയിക്കുന്നത്. എന്നാൽ ഷമ്മാസ് വാതിലടച്ചപ്പോൾ ഷാമോനെ വാതിൽ തുറക്ക് ഷാമോനെ പ്ലീസ് എന്നെ കൂടെ കേട്ട് ഷാമോനെ പ്ലീസ് ഷാമോനെ. എന്നാൽ നുസൈബ അത് കേട്ട് കരഞ്ഞു. ഇക്ക, നിങ്ങളെയാണല്ലേ വിളിക്കുന്നത്. നുസി, മിണ്ടണ്ട, അതൊക്കെ വെറും അഭിനയമാണ് പെണ്ണേ, മിണ്ടാതിരിക്കുക. എന്നാൽ ഷമ്മാസ് വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ റൂമിലേക്ക് പോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും കേട്ടില്ല. എന്നാൽ ഷമ്മാസ് വിചാരിച്ചു ഉറങ്ങിയിട്ടുണ്ടാവോ എന്നുള്ളത്. അല്ലെങ്കിൽ ഉമ്മ അവളുടെ അടുത്തിരുന്നിരുന്ന് കൊഞ്ചിച്ച് ഉമ്മാൻ്റെ ഉറക്കം പോയി അസുഖം കൂടും. അതുകൊണ്ട് തന്നെയാണ് ഷമ്മാസ് ഇങ്ങനെ ഒരു നടപടി എടുത്തത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സൗദ വീണ്ടും പോകുന്നു, മറ്റെങ്ങോട്ടുമല്ല കോണിപ്പടികൾ കയറുവാൻ വേണ്ടിയിട്ട്. നവാസും ഫസീലയും കിടക്കുന്ന അവരുടെ ബെഡ്റൂം ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ ഷമ്മാസിന് ഏറെക്കുറെ കാര്യം പിടികിട്ടി. അതെ, നേരത്തെ മുട്ടിയത് അത് മറ്റാരുമല്ല സൗദ തന്നെയാണെന്ന് ഉറപ്പിലായി. അങ്ങനെ അത് ഷമ്മാസ് അത് പതുക്കെ നോക്കി. അവൾ പതുക്കെ അതാ കയറി പോവുകയാണ്. എന്നാൽ കോണിപ്പടിയുടെ അടുത്തെത്തിയപ്പോൾ സൗദ, ഷമ്മാസ് ഉറക്കെ വിളിച്ചു. എങ്ങോട്ടാ? ഷാമോനെ, അതെ ഞാനുണ്ടല്ലോ, എൻ്റെ മോതിരം അവിടെ മറന്നു വെച്ചിരുന്നു നേരത്തെ, അതെടുക്കാൻ വേണ്ടി. മോതിരോ? എവിടെ? അത് അവിടെയും ജനാലക്കൽ വെച്ചിരുന്നു. നമ്മളെ ബേവിൻ്റെ ഉണ്ടല്ലോ പുറത്തേക്ക് നോക്കുന്ന സ്ഥലം, അവിടെ. ശരിക്കും ഷമ്മാസിന് കാര്യം പിടികിട്ടി. എന്നാൽ കല്ല് വെച്ച നുണ പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു. എന്നാൽ ബുദ്ധിയില്ലാത്തവളാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പറയില്ല. പക്ഷേ ഇതവൾ പെട്ടെന്ന് മാറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ഷമ്മാസിന് ഏറെക്കുറെ കാര്യം പിടികിട്ടി. അഭിനയമാണ്, വെറും അഭിനയം മാത്രം. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ? ഞാൻ എൻ്റെ മോതിരം കിട്ടിയോ? ഇല്ല, അതവിടെ കാണുന്നില്ല. ഏത് മോതിരാണ്? അത് ചെറിയ സ്റ്റോണൊക്കെ വെച്ചൊരു മോതിരം. എന്നാൽ ഷമ്മാസിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. കാരണം നവാസും ഫസീലയും ഒരുമിച്ച് ജീവിക്കുന്നത് ഇഷ്ടമല്ല ഒരിക്കൽ പോലും അവൾക്ക്. പക്ഷേ ഒരാളെ ജീവിക്കാനും സമ്മതിക്കില്ല, അതുപോലെ തന്നെ ജീവിതം കൊടുക്കുകയുമില്ല. നവാസ്കിയെ അവൾ അടുപ്പിക്കുന്നില്ല. അവനോട് എന്തൊരു പ്രത്യേക തരം ദേഷ്യം. എന്നാൽ ഇഷ്ടം മുഴുവൻ എന്നോട്. എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. എന്നാൽ അന്ന് ഷമ്മാസിന് ഉറക്കമുണ്ടായിരുന്നില്ല. അതെ, സൗദ പോയി കിടക്ക്, റൂമിൽ പോയി കിടക്ക്. അതെ, അവനൊരു പേഷ്യൻറ്റിനോട് എന്ന പോലെയായിരുന്നു അഭ്യർത്ഥിച്ചത്. ഷാമോനും വാ പ്ലീസ്, എനിക്ക് ഷാമോൻ്റെ കൂടെ കിടക്കണം. ഷാമോനെ, എനിക്ക് ഒരു ദിവസമെങ്കിലും ഷാമോൻ്റെ കൂടെ കഴിയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരു ദിവസമെങ്കിലും എനിക്ക് തരും, ഒരൊറ്റ ദിവസം. സൗദയുടെ ആഗ്രഹം പറയല്ലേ, എനിക്കൊരു ദിവസമെങ്കിലും. എന്നാൽ ഷമ്മാസിന് ആകെ രക്തം തിളക്കുന്നത് പോലെ തോന്നി. സൗദ, നിൻ്റെ ഭർത്താവ് നവാസ്കിയാണ്. നീ നവാസ്കിയോടാണ് നല്ല രീതിയിൽ പെരുമാറേണ്ടത്. എൻ്റെ പെണ്ണ്, എനിക്കെൻ്റെ നുസൈബയുണ്ട്, അല്ലാതൊരിക്കൽ പോലും. എന്നാൽ നുസൈബക്ക് ആകെ വിഷമമായി. റബ്ബേ, എൻ്റെ ഭർത്താവിനെ എന്തിനാണ് അവൾ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത്? അവൾക്ക് അവളുടെ ഭർത്താവില്ലേ? എൻ്റെ ഭർത്താവിനോടാണല്ലോ. എന്നാൽ നുസൈബ കരയുമ്പോൾ അതാ ഷമ്മാസ് അടുത്തെത്തി നുസൈബയോടായി പറഞ്ഞു, നുസി, നീ കരയല്ലേ പൊന്നെ, അതെന്തെങ്കിലും വിളിച്ചു പറയാമെന്ന് വിചാരിച്ചിട്ട് നീ കാര്യമാക്കണ്ട. എൻ്റെ ഇക്കാനോടാണ് അവൾക്ക് ഇഷ്ടമല്ലേ? ആണല്ലേ? അവനക്കിഷ്ടം ഇക്കാനോടാണ്, അതെനിക്ക് മനസ്സിലായി. അവളുടെ ഇഷ്ടം
അതങ്ങനെയാണ്. നുസി, നീ എന്താ? ഇക്ക, ഞാൻ പോയിക്കോളാം. എങ്ങോട്ട്? എന്താ നിനക്കും ബുദ്ധിയില്ലാതായോ? ഞാൻ പോയിക്കോളാം. അവളുടെ ഇഷ്ടം നീ കുറച്ച് നടക്കട്ടെ. നുസൈബ, നിനക്ക് എന്തിൻ്റെ കേടാ? അവൾ ഭ്രാന്ത് മൂത്ത് ഒരുന്നേ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ അതിന് കൂട്ട് നിൽക്കണോ ചെയ്യേണ്ടത്? നിനക്ക് എന്തിൻ്റെ കേടാ? ശരിക്കും ആദ്യമായി അതാ ഷമ്മാസ് അല്പം ഉച്ചത്തിൽ നുസൈബയോട് സംസാരിച്ചു. എന്താണ് നിൻ്റെ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഷമ്മാസ് അതിന് തുള്ളുന്നെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇക്ക, അവൾ ദിവസം തോറും നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും... എന്ത് കാര്യം? നീ എന്തീ പറയുന്നത്? ദയവായി നീ അതിനെക്കുറിച്ചൊന്നും പറയരുത്. ഞാനിവിടെ വിട്ട് പോവുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ നിന്നോളി. ഞാനല്ല പ്രശ്നം. ഞാനല്ല ഇവിടുത്തെ പ്രശ്നക്കാരനെ. അവൾക്ക് അങ്ങനെ എടുത്ത് തോന്നുകയാണെങ്കിൽ ഞാനങ്ങ് മാറി നിന്നാൽ പോരെ? അതെ, എനിക്ക് മലേഷ്യയിൽ നിന്ന് പല വേക്കൻസികളും വരുന്നുണ്ട്. എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് എൻ്റെ കുടുംബത്തെ വിചാരിച്ച്, പിന്നെ ഉമ്മാക്കൊരാളില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ പോയിക്കോളാം ഇവിടുന്ന്. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇടയിൽ ജീവിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ നുസൈബയുടെ ഹൃദയം പൊട്ടിപ്പോയി. എന്തെന്നില്ലാത്ത വിഷമം അവൾക്ക്. ഇക്ക, വേണ്ട, പോവണ്ട, ഞാൻ പോയിക്കോളാം, അതല്ലേ നല്ലത്. നീയും പോയിക്കോ, ഞാനും പോവുകയാണ്. ബാക്കിയുള്ളവരിവിടെ മതി. അല്ല പിന്നെ, ഇത് മനുഷ്യന് സമാധാനം എന്നുള്ള സംഭവം തരുന്നില്ല. ഒരുത്തി ഇങ്ങനെ സ്വന്തം കെട്ടിയ ഭർത്താവിനുള്ള മറ്റുള്ളവരാണ് ഓളെ ഇത്. ശരിക്കും അതാ ഷമ്മാസ് ആകെപ്പാടെ സങ്കടപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമയവും സൗദ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഷാമോനെ വരി. എന്ത് ഷാമോനെ, പ്ലീസ്, എന്നെ പറ്റിച്ചില്ലേ? എന്നെ പറ്റിച്ച് ഉമ്മാനെ പറഞ്ഞയച്ച് എൻ്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? ആരാ? ഞാൻ പറഞ്ഞിട്ടില്ല. ഇക്ക, വേണ്ട, അവൾ സുഖമില്ലായ്മ കൊണ്ട് പറയായിരിക്കും, ഇനിയൊന്നും പറയണ്ട. എന്നാൽ ഷമ്മാസിന് ആകപ്പാടെ ദേഷ്യത്തിലായിരുന്നു അവൻ. ഒരു നിമിഷം അവനക്ക് തോന്നി, ഇല്ല, ഇനി ഇവിടെ നിൽക്കില്ല. പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാണ്, മലേഷ്യയിലേക്ക് പോവാണ്. അതെ, ഇവിടുത്തുകാരുടെ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് ഞാൻ വരുന്നുള്ളൂ. കാരണം ഇതൊന്നും ഒരിക്കൽ പോലും ഒഴിഞ്ഞു പോകാത്ത ഒരു തലവേദനയായിരിക്കും. എന്താ ചെയ്യാം, വല്ലാത്തൊരവസ്ഥ. ഉമ്മാക്കും ഇടങ്ങാറ്, എല്ലാം കൂടെ ഇതിനൊക്കെ പിടിച്ച് പഠിച്ചവന് നല്ല ബുദ്ധി നീ കൊടുക്കല്ല. എന്നാൽ ഈ സമയം നവാസിനെ കുറിച്ച് ഓർത്തു. അതെ, നവാസ്കാക്ക് വെറും ഇനി 3 ദിവസം മാത്രമാണ് ബാക്കി. അപ്പോഴേക്കും ജയിലിലേക്ക് തിരിച്ചു കയറണം. അതിനിടയിൽ ആ കേസും എഴുതി കൊണ്ടുപോയതൊക്കെ അവർ അതിൻ്റെ അപ്പീലൊക്കെ സമർപ്പിക്കും. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവുള്ളൂ. കാരണം പീഡന കുറ്റമാണ്, അതും ഗർഭിണിയെ പീഡിപ്പിച്ചു എന്ന കുറ്റമാണ്. അതിപ്പോൾ തെളിവുകളുണ്ടായിട്ടൊന്നും വേണ്ട അവർക്ക്. അവർ അതങ്ങനെ അങ്ങ് ആക്കി തീർത്തു. ഒരു പക്ഷേ ഇവളങ്ങാനത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവളറിഞ്ഞാൽ ഇതല്ല അതിനപ്പുറത്തേക്ക് കേസ് കൊടുക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാലാകാലം നവാസ് ജയിലിൽ കിടക്കണം തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ ചിന്ത. പക്ഷെ അറിഞ്ഞിട്ടില്ല നവാസ്ക്ക് ജയിലിലാണ് എന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാലേ തള്ളയും മോളും കണക്കാണ്. ഏത് നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നി എനിക്ക് അറിയുന്നില്ല. സാരല്ല, ഓരോ നവാസ്ഖാൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല, എന്ത് പറയാനാ. ശരിക്കും അതാ ഷമ്മാസ് ഓരോന്ന് ആലോചിക്കുന്നു. അതെ, ഒന്നുകിലും മലേഷ്യയിലേക്ക് പോവുക, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്നെ കാണുമ്പോഴാണ് അവൾക്ക് അസുഖം തുടങ്ങുന്നത്. നുസി, എന്തേക്ക? നീ നല്ല രീതിയിൽ പഠിക്കണം, കഴിയുന്നതൊക്കെ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യണം. കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ, ഉമ്മാനും ബുദ്ധിമുട്ടാക്കണ്ട. അവിടെ ഡേ കെയർ ഉണ്ടാവും. അതെ, ചെറിയ കുട്ടികളെ നോക്കുന്ന ഡേ കെയർ. ആ ഡേ കെയറിൽ കുഞ്ഞിനെ കൊണ്ടുപോയിടുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോൾ പോയി പാല് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ആൾ ഉണ്ടാവില്ല നോക്കാൻ. എന്നിട്ട് നീ പഠിച്ചോ, ഞാനും പോവാണ്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ പോലും നവാസ്കാക്കും സമാധാനം ഉണ്ടാവില്ല. കാരണം എന്നെയാണ് അവളുടെ ലക്ഷ്യം. പിന്നെ എന്നെ കാണുമ്പോഴാണ് അവൾക്ക് ഇളക്കം തുടങ്ങുന്നത്. അത് മുഹ്സിൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നുസി, ഞാനിവിടെ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ടി വരും. എങ്കിലും അവളുടെ അസുഖത്തിന് അല്പമെങ്കിലും ശമനം ഉണ്ടാവുള്ളൂ. എന്നാൽ അത് കേട്ട നുസൈബ ഞെട്ടിപ്പോയി. ഇക്ക, അതേടി, ഞാൻ പോയി നോക്കട്ടെ. അല്ലാതെ ഇവിടെ നിന്നാൽ അവളുടെ അസുഖം മാറൂല. അവൾക്ക് എന്നെ കാണുമ്പോൾ ഒരുതരം ഭ്രാന്ത് വരികയാണ്. എന്നെ വിളിക്കുകയാണ് ബെഡിലേക്ക്. എന്തൊരു മോശം അത് പുറത്തുള്ള ആൾക്കാർ കേട്ടാൽ. അതെ, സ്വന്തം ബെഡ്റൂമിലേക്ക് ഭർത്താവിൻ്റെ അനിയനെ വിളിക്കുകയാണ് അവൾ. ഇത്രമാത്രം മോശത്തരം എവിടെ നിന്നുണ്ടാവും? അതെ നുസി, ഞാനൊന്ന് മാറി നിൽക്കട്ടെ. ദയവായി നീ അതിനെനിക്ക് സമ്മതിക്കണം. പക്ഷേ എൻ്റെ നവാസ്ക കൂടി പോയാൽ അതാണ്. സാരല്ല,
അപ്പോൾ എങ്ങനെയെങ്കിലും കഴിയും, പഠിച്ചുകൊണ്ടാവും നമ്മളുടെ കൂടെ. ഞാൻ മാറി നിൽക്കുകയാണ്. എന്നാൽ അത് കേട്ട് അതാ നുസൈബയുടെ മനസ്സ് വല്ലാതെ അങ്ങ് പതറി. ഇക്ക, അതേടി, ഞാൻ മാറിയാൽ ഒരു പക്ഷെ അവൾ നന്നാവും. എന്നെ കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു അസുഖം വരികയാണ്. അതെ, ഞാൻ അവളുടെ ആരൊക്കെയാണ്, അവളുടേതാണ് ഞാൻ, എല്ലാമാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചിന്താഗതി വരികയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിൽ നിന്ന് മാറിയേ പറ്റൂ. അത് ഞാനൊന്ന് മാറി നിൽക്കൽ അത്യാവശ്യമായിരിക്കും. ഞാൻ നാളെ തന്നെ മുഹ്സിന്തങ്ങളെടുത്ത് കാര്യങ്ങളൊക്കെ പറയട്ടെ. ഒരു പക്ഷേ അദ്ദേഹം തന്നെ ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരുമായിരിക്കും. ഉറപ്പായിട്ടും. ഇക്ക, മുഹ്സിന്തങ്ങൾ വേറെ വല്ല പ്രതിവിധിയും പറഞ്ഞു തരികയാണെങ്കിലോ? ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്താണ് പ്രതിവിധിയെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്നാൽ ഷമ്മാസിന് തോന്നി നാളെ രാവിലെ തന്നെ മുഹ്സിന്തങ്ങളുടെ വീട്ടിൽ പോകണം, കാര്യങ്ങളെല്ലാം പറയണം എന്നുള്ളത്. അല്ലാതെ ശരിയായില്ല. ഇത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വരുമ്പോൾ പറയാൻ തുടങ്ങി. അതെ, എന്നെ ബെഡിലേക്ക് ക്ഷണിക്കുക, എന്നെ ഒരുമിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ പറയുക, അങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള അനാവശ്യമായ വർത്തമാനങ്ങളാണ് അവൾ പറയുന്നത്. ഇത് തീർച്ചയായും മുഹ്സിന്തങ്ങളുടെ അടുത്ത് പോയിട്ട് ഇതിന് പ്രതിവിധി നേടും ഷമ്മാസ്, അത് ഉറപ്പാണ്. എന്നാൽ നുസൈബ പാവം അതെല്ലാം കേട്ട് വിതുമ്പി കരഞ്ഞു. ഷമ്മാസ് ഒന്ന് തീരുമാനിച്ചു, നാളെ നേരം വെളുത്താൽ നേരെ മുഹ്സിന്തങ്ങളുടെ അടുക്കിലേക്ക്. എന്തായിരിക്കും മുഹ്സിന്തങ്ങൾ പറയുന്നത്, എന്തായിരിക്കും അതിനൊരു പ്രതിവിധി, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.